കോഴിക്കോട് നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. തലശ്ശേരിയിലേക്കുള്ള ട്രെയിൻ കയറി പിന്നീട് അവിടെ നിന്ന് കൊട്ടിയൂരേക്കുള്ള ഡയറക്റ്റ് KSRTC ബസ് കയറിയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1.5-2 മണിക്കൂറിൻ്റെ ദൂരമുണ്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. ഇതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നോക്കിയാൽ അക്കരെ കൊട്ടിയൂരേക്കും ഇക്കരെ കൊട്ടിയൂരേക്കുമുള്ള വഴികൾ കാണാം. വടക്കേ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. മഴക്കാലത്താണ് കൊട്ടിയൂരിലെ ഉത്സവകാലം. എടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള 28 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉത്സവം രണ്ടായി തിരിച്ചിട്ടുണ്ട്: മനുഷ്യന്മാരുടെ ഉത്സവവും ദേവന്മാരുടെ ഉത്സവവും. ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമാണ്. തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യന്മാരുടെ ഉത്സവം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റു ക്ഷേത്രത്തിൽ നിന്നും വേറിട്ടാണ് കൊട്ടിയൂരിലെ ഉത്സവം നടക്കുന്നത്. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വലിയ ഗോപുരമോ നാലമ്പലമോ ശ്രീകോവിലോ ഇല്ലാത്ത കാടിനുള്ളിൽ കല്ലുകളാൽ കൊണ്ട് കെട്ടിയുയർത്തിയ മണിത്തറയിലാണ് മഹാദേവന്റെ പ്രതിഷ്ഠ. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ ഇവിടം. തൻ്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവനെയും സതിയെയും ഒഴികെ ലോകത്തുള്ള എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിച്ചു. എന്നാൽ ശിവന്റെ വാക്കുകൾ അവഗണിച്ച് സതിദേവി യാഗത്തിനെത്തി. ഈ യാഗഭൂമിയിൽ വെച്ച് ശിവഭഗവാനെ ദക്ഷൻ അപമാനിച്ചു. ഇതും സഹിക്കവയ്യാതെ ദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി. ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ഠനായി. കോപത്തിന്റെ ആധിക്യം മൂലം തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു. ശിവന്റെ ജടയിൽ രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി. അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിലുള്ളവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു. കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുകയും ചെയ്തു. പിന്നീട് ശിവൻ താണ്ഡവ നൃത്തം ആടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്നിച്ചിതറിപ്പോയത്രേ. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കാനായി വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി. അവരുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ ശാന്തനായി ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്താണ് ജീവൻ നൽകിയത്. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ
ഒരു ശിവലിംഗം സ്വയംഭുവായി ഉയർന്നു വന്നു. ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇതാണ് ഇവിടെ ഉത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യം. യാഗം മുടങ്ങിയതിനാൽ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭൂമിയായി ഇത് മാറി. കാലങ്ങൾ പോയി ഇതൊരു കൊടും കാടായി മാറി. പിന്നീട് വൈശാഖ മഹോത്സവം ആരംഭിച്ചത് എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടകളും ഒരുക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യർ ആണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അവൻ കാടും മലയും കടന്നു കാട്ടാനവന്നത്തദാസം നല്ല കാട്ടാറുതൻ മന്ദദാസം കാട്ടുകരടികൾക്കൊപ്പം അന്നു കാശികൾ പോലും വസിപ്പോ